അപ്പം ഞങ്ങൾ വൈകുന്നേരം അവർ പറഞ്ഞു ബയോപ്സി റിപ്പോർട്ട് വരും. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. ഞാൻ യൂട്യൂബിൽ കൃപ എന്ന് ടൈപ്പ് ചെയ്തു. സത്യത്തിൽ ഞാൻ കൃപ ടൈപ്പ് ചെയ്ത് കൃപാസനായിരുന്നില്ല, ഞാൻ ഡൊമിനിക് അച്ഛൻ്റെ കൃപാഭിഷേകം ധ്യാനത്തിനോട് ടൈപ്പ് ചെയ്തത്. പക്ഷേ കൃപ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഒരു ആരാധന വരുന്നു. അന്ന് ജോസഫ് അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല. ജോസഫ് അച്ഛൻ്റെ ആരാധന നടക്കുക. ആരാധനയുടെ ഒപ്പം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വാക്ക് മാറാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോകത്തിൽ വഴിയുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു, ബയോപ്സി റിപ്പോർട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ്, നോ ക്യാൻസർ, ബട്ട് യു ഹാവ് TB നൗ. പിറ്റേ ദിവസം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൈൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തു വന്നിരിക്കുന്നു. സാധാരണ 24 മണിക്കൂർ വരെ TB പോസിറ്റീവ്. ഒരു ആരാധനയിൽ എൻ്റെ മാതാവ് ക്യാൻസറിനെ മാറ്റി TB ആക്കി തന്നു ഞങ്ങൾക്ക്. അങ്ങനെ 6 മാസം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. പരിശുദ്ധ കന്യക മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് നന്ദി ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് തിരുക്കുമാരനോടും കൃപാസനം പ്രസാദവര മാതാവിനോടും ഞങ്ങളുടെ നന്ദി ഏറ്റുപറയുന്നു. എൻ്റെ പേര് ജയൻ റപ്പായി. ഇതെൻ്റെ വൈഫ് നിഷ ജയൻ, എൻ്റെ മോൻ ആൽവിൻ ജയൻ. ഞങ്ങളുടെ സാക്ഷ്യത്തിന് 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ അറിയാതിരുന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട ആരാധനയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ മാരകമായ 4th സ്റ്റേജ് ഉണ്ടായിരുന്ന ക്യാൻസർ രോഗം മാറി സുഖപ്പെട്ടതിനെ പറ്റിയുള്ള സാക്ഷ്യം. രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത 6 നിയോഗങ്ങളും ഒന്നൊന്നായി മാതാവ് 6 മാസം കൊണ്ട് നടത്തി തന്ന സാക്ഷ്യം. ഇങ്ങനെ 2 ഭാഗത്താണ് ഞങ്ങൾ സാക്ഷ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ ഇപ്പോൾ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഗോവയിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുക. ഞാനിതുവരെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. UK, USA, ബെൽജിയം, യൂറോപ്പ്, പിന്നെ ഇന്ത്യയിലെ ബാംഗ്ലൂർ, അഹമ്മദാബാദ്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ R&D ഫീൽഡിൽ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികളിൽ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ച ആസ്ട്രജെനേക്ക, ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ഫൈസർ. നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല മരുന്നുകളും ആദ്യം കടന്നുപോയത് എൻ്റെ കൈകളിൽ കൂടെയാണ്. കാരണം ഒരു മരുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരണമെങ്കിൽ 10 വർഷമെങ്കിലും പിടിക്കും. ആ 10 വർഷത്തെ റിസർച്ച് നടത്തി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരിക. ഞാൻ ആ 10 വർഷത്തിൽ പല ഫീൽഡുകളാണ്, ഡിസ്കവറി, പ്രോസസ് R&D, കമേഴ്ഷ്യലൈസേഷൻ, ഈ എല്ലാ ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നോബൽ പ്രൈസ് ലോറേറ്റുകളുടെ ലാബിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ 2018 ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടെ സെറ്റിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാംഗ്ലൂരിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ R&D സെൻറ്ററിൽ. വൈഫ് വർക്ക് ചെയ്യണത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനിയായ മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റിലായിരുന്നു IT-യിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ തലകറങ്ങി താഴെ വീണു. ഞങ്ങൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആണെന്ന്. ഞങ്ങൾ വിചാരിച്ചു ശരിയാണ്, കാരണം കോവിഡിൻ്റെ 2 മാസം അവൾ 2 കൊല്ലം അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വൈറ്റമിൻ D മരുന്നുകളെടുത്തു, ഒരു കുറവും വന്നില്ല. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള നാരായണ ഹൃദയാലയയിൽ പോയി. അവിടെ ചെന്ന് ECG ചെക്ക് ചെയ്തപ്പോൾ ECGയിൽ വേരിയേഷൻ. അവർ MRI സ്കാൻ ചെയ്തു. പിന്നെ അതോടുകൂടെ ഞങ്ങളുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു അത് ഫൈബ്രോയിഡ് ആണെന്ന്, പിന്നെ പറഞ്ഞു ലിംബ് നോഡാണെന്ന്, അവസാനം അവർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന്. അങ്ങനെ അന്ന് ഞാൻ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ മോളിക്യൂളുകളും ഓൺകോളജിയുടെ, അതായത് ക്യാൻസറിനുള്ള മോളിക്യൂൾക്ക് കണ്ടുപിടുത്തതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പെറ്റ് സ്കാൻ എന്നവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നു. പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ തല മുതൽ പാദം വരെ എല്ലായിടത്തും ക്യാൻസർ. തലയിൽ ക്യാൻസർ, ബ്രെയിനിൽ ക്യാൻസർ, തോളത്ത് ക്യാൻസർ, ലങ്സിൽ ക്യാൻസർ, വയറ്റിൽ യൂട്രസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ മാറിയായിരുന്നു. ഞാൻ അവിടുത്തെ ബാംഗ്ലൂർ പള്ളിയിലെ കാറ്റഗിസത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പല രാജ്യങ്ങളിലും കാറ്റഗിസം പഠിപ്പിക്കും. ഞങ്ങളുടെ ജീവിതം എപ്പോഴും പള്ളിയോട് വളരെ അടുത്തായിരുന്നു. പള്ളി, കുടുംബം, ജോലി, ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ലോകമുണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലുള്ള ദുശ്ശീലങ്ങളും ഞങ്ങൾ ചെയ്യാതിരുന്നില്ല. മദ്യപിക്കുകയോ കുടിക്കുകയോ പുകവലിക്കുകയോ ഒരു ദുശ്ശീലം ഞങ്ങൾക്കില്ല. പെട്ടെന്നൊരു ദിവസം ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വൈ മീ ഗോഡ്? എന്തുകൊണ്ട് ദൈവം നീ എന്നോട് ഇങ്ങനെ ചെയ്തു? ഇതായിരുന്നു ഞാൻ ആദ്യമായി ദൈവത്തിനോട് ചോദിച്ച ചോദ്യം. അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ ഇമേജ് മാത്രമാണ്. അൾട്ടിമേറ്റ് ഐ വിൽ ഗോയിങ് ടു കം ബയോപ്സി ഓൺലി, ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വേണ്ടി ഇവിടെ നിഷയുടെ ലങ്സ് നിന്ന് സെൽസ് എടുത്തു. അങ്ങനെ ബയോപ്സിക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. ബയോപ്സിക്ക് ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കണം റിസൾട്ട് വരാൻ വേണ്ടി.
അതിനിടയ്ക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു ഒരു പോസിറ്റീവ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ക്ലിനിക്കൽ ഇമേജസും ഈ CT സ്കാൻ ഇമേജസും ക്യാൻസറിൻ്റെ CT സ്കാൻ ഇമേജസും ഓൾമോസ്റ്റ് സിമിലർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൺഫർമേഷൻ ഓൺലി ബൈ ബയോപ്സി. അപ്പോൾ അവർ TBക്കുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, ചെക്കിങ് ടെസ്റ്റ്. നിങ്ങൾക്കറിയാം, TB വന്നവർക്ക് അറിയാം. അത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു മരുന്ന് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യും. ഒരു 2 or 4 hours ഉള്ളിൽ കൈയിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് പൊന്തി വരും. അതാണ് TBക്കുള്ള പോസിറ്റീവ് ടെസ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞു. 24 മണിക്കൂർ വരെ ഞങ്ങൾ കാത്തിരുന്നു. സ്വെല്ലിങ് വന്നില്ല. അതോടെ ഞങ്ങളുടെ സ്വപ്നവും പോസിറ്റീവായിട്ട് ഞങ്ങൾ ആഗ്രഹം മാറി. ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് TB വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2010 ഞാൻ വർക്ക് ചെയ്ത 2 കൊല്ലം ഞാൻ വർക്ക് ചെയ്ത മോളിക്കൂൾ TBക്കുള്ള മരുന്നാണ്. അത് മരുന്ന് ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് എക്സ്ട്രാ ഡ്രഗ് റെസിസ്റ്റൻറ്റ് മരുന്നെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കറിയാം TBക്ക് മരുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ക്യാൻസറിനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു, ഡോക്ടറെ എന്താണ് ചാൻസ് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നൗ ദ ടെക്നോളജി ഈസ് വെരി മച്ച് അഡ്വാൻസ്, ഐ ക്യാൻ ഡു സംതിങ്. അപ്പോൾ ഞാൻ ഡോക്ടർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ മുകളിൽ കുറേ മരുന്നുകളുടെ പേര് വെച്ചിട്ടുണ്ട്. ആ ഒരു എല്ലാ മരുന്നുകളും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളാണ്. ഞാൻ കണ്ടുപിടിച്ച ടീമുകൾ, ആ ടീമുകൾ ഞാൻ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന മരുന്നുകൾ പലതും എൻ്റെ കൈകളിലൂടെ പോയ മരുന്നാണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ പറയാം, ടെക്നോളജി ഈസ് വെരി ഹൈ, നൗ ഐ ക്യാൻ എക്സ്റ്റെൻഡ് യുവർ ലൈഫ് ബൈ 5 to 10 years. അതായത് അവളുടെ ലൈഫ് ഞാൻ 5 തൊട്ട് 10 കൊല്ലം വരെ നീട്ടിത്തരാം. കാരണം ഇത് അഡ്വാൻസ് സ്റ്റേജാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവാർഡുകൾ വാരിക്കൂട്ടി ഇൻ്റർനാഷണൽ ജേർണലുകളിൽ 8ഓളം പേപ്പറുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ വെറുതെ ആയിപ്പോയി. ഇതുവരെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ആകെ എൻ്റെ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രം. എൻ്റെ വൈഫിനൊരു അസുഖം വന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മരുന്നുകൾക്ക് കൊണ്ട് ഒരു ഉപയോഗമല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ ഒരു 10 മണിയായി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവർ പറഞ്ഞു ബയോപ്സി റിപ്പോർട്ട് വരും. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. ഞാൻ യൂട്യൂബിൽ കൃപ എന്ന് ടൈപ്പ് ചെയ്തു. സത്യത്തിൽ ഞാൻ കൃപ ടൈപ്പ് ചെയ്ത് കൃപാസനായിരുന്നില്ല. ഞാൻ ഡൊമിനിക് അച്ഛൻ്റെ കൃപാഭിഷേകം ധ്യാനത്തിനോട് ടൈപ്പ് ചെയ്തത്. പക്ഷേ കൃപ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഒരു ആരാധന വരുന്നു. അന്ന് ജോസഫ് അച്ഛൻ ആരാധന എനിക്കറിയില്ല. ജോസഫ് അച്ഛൻ്റെ ആരാധന നടക്കുക. ആരാധനയുടെ ഒപ്പം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വാക്ക് മാറാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ലോകത്തിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു, ബയോപ്സി റിപ്പോർട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ്, നോ ക്യാൻസർ, ബട്ട് യു ഹാവ് TB നൗ. പിറ്റേ ദിവസം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൈൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തു വന്നിരിക്കുന്നു. സാധാരണ 24 മണിക്കൂർ വരെ TB പോസിറ്റീവ്. ഒരു ആരാധനയിൽ എൻ്റെ മാതാവ് ക്യാൻസറിനെ മാറ്റി TB ആക്കി തന്നു ഞങ്ങൾക്ക്. അങ്ങനെ 6 മാസം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. 2 മാസം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സംശയമാവാൻ തുടങ്ങി. ഡിസ്ചാർജ് ചെയ്തു. അത് ശരിക്കും ഡോക്ടർ പറഞ്ഞ് ശരിയാണോ, ഇനി ഡോക്ടർ തെറ്റിയതാവോ? കാരണം ഐ എം സീയിങ് ദാറ്റ് ക്ലിനിക്കൽ CT സ്കാൻ റിപ്പോർട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വിത്തൗട്ട് മൾട്ടിപ്പിൾ ട്യൂമർ ഓൺലി. അപ്പം ഞങ്ങൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കവിത, ആ ഡോക്ടറും നാരായണയിലത്തെ ഡോക്ടറും ക്ലാസ്മേറ്റ്സാണ്. ആ ഡോക്ടർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് പറയാ, നോക്കൂ, ഞങ്ങളുടെ മുമ്പിൽ നിൻ്റെ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് TB ആണ്, ഇത് ക്യാൻസർ തന്നെ ആവാനുള്ള സാധ്യത എന്ന്. അപ്പം നാരായണ ഡോക്ടർ പറയാം, അത് ശരിയാണ്, എനിക്കും അറിയാം അത് ക്യാൻസർ ആണെന്ന്. പക്ഷേ ഞാൻ TB ആണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷം കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അവർ 2 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരും ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാരായണ ഹൃദയാലയയിൽ പോയി. ആദ്യം PET സ്കാൻ ചെയ്തു. ഇപ്പോൾ PET സ്കാൻ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ PET സ്കാൻ 2 മാസം മുമ്പ് ചെയ്ത PET സ്കാൻ ഫുൾ കളർ TV ഇമേജ് പോലെ തല തൊട്ട് താഴെ വരെ ക്യാൻസർ. 2 മാസം കഴിഞ്ഞിട്ടുള്ള PET സ്കാൻ റിപ്പോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പിക്ചർ പോലെ ആകെ ലെങ്സിൽ മാത്രം TBയുടെ ചെറിയ സ്കാർ ഉണ്ട്, നോ ക്യാൻസർ അറ്റ് ഓൾ. സോ ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞു. അങ്ങനെ ദൈവം വലിയ അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് അപ്പം ഞങ്ങൾ നേർച്ച നേർന്നു, ഞങ്ങൾ കൃപാസനിൽ വന്ന് സാക്ഷ്യം പറയാം. പക്ഷേ ആസ് യൂഷ്വൽ ഞങ്ങൾ പതുക്കെ നോർമൽ ലൈഫിലേക്ക് പോയി. ഞാൻ എൻ്റെ പ്രോജക്റ്റുകളിലും റിസർച്ചിലും ബിസിയായി, അവരവർ IT കമ്പനികളിൽ ബിസിയായി. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2023 എൻ്റെ മോൾക്ക് MBBSന് വേണ്ടി ചേർന്ന വലിയ ആഗ്രഹമായിരുന്നു. അവളങ്ങനെ MBBSന് നീറ്റ് എക്സാം എഴുതി. അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് റാങ്ക് 76,000 ആയിരുന്നു, 532 മാർക്കാണ്. 76,000 മാർക്കിൽ എവിടെയും അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞങ്ങൾ അവളുടെ ബ്രില്യൻറ്റ് പാലായിൽ അവളെ സ്റ്റഡി സെൻറ്ററിൽ 1 കൊല്ലത്തേക്ക് വേണ്ടി നിർത്തി. ആദ്യത്തെ ദിവസങ്ങളൊക്കെ അവൾക്ക് 695-700 മാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ എക്സാമിൻ്റെ തൊട്ടടുത്ത എത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മാർക്ക് കുറഞ്ഞ് 600 ആവാൻ തുടങ്ങി. അവളോടൊക്കെ കരയാൻ തുടങ്ങി, ഞാൻ ഈ ദിവസം 20-22 മണിക്കൂർ പഠിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, 2 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു വിഷമ സങ്കടത്തിൽ എന്നെ സഹായിച്ച ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അതിൻ്റെ പേര് എന്തോ കൃപയെന്നാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കി കൃപാസനം. ഉടനെ തന്നെ ഞാനും നിഷയും കൂടെ ഈ കൃപാസനത്തിൽ വന്നു. ഞങ്ങളങ്ങനെ 6 ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
6 നിയോഗങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 6 നിയോഗം പറയാൻ ആഗ്രഹിക്കുക സമയമില്ലെങ്കിൽ പോലും. ഫസ്റ്റ് നിയോഗം ഇതായിരുന്നു, എൻ്റെ മോൾക്ക് 685 മാർക്ക് കിട്ടണം. 2023 അവരുടെ മാർക്ക് 530ഉം റാങ്ക് 76,000ആണ്. 685 വയ്ക്കാൻ കാരണം 685 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ അവൾ നീറ്റ് എക്സാം അവൾ എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അവൾക്ക് കിട്ടിയ മാർക്കായിരുന്നു 697. അതായത് ഇന്ത്യയിൽ 2000 റാങ്കിൽ അവൾ വന്നു. പക്ഷേ ഞാൻ നിയോഗത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് CMC വെല്ലൂർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന്. പക്ഷേ പുറത്ത് വന്നപ്പോൾ മോൾ പറയാണ് എനിക്കിഷ്ടം എയിംസിലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ എഴുതിപ്പോയി നിയോഗത്തിൽ, ഒന്നുകിൽ CMC വെല്ലൂർ ഇല്ലെങ്കിൽ AFMC ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ. അപ്പം മാതാവ് എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫൈനലി ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എയിംസിൽ അവൾക്ക് കുറച്ച് മാർക്കോടുകൂടെ എയിംസ് ഡൽഹി അവൾക്ക് കിട്ടിയില്ല. പകരം എന്നുണ്ടായെങ്കിൽ AFMCയിൽ അവൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നീറ്റ് എക്സാം 23 ലക്ഷം പേരാണ് ഇന്ത്യയിൽ എഴുതുന്നത്. ആ 23 ലക്ഷം പേരിൽ നിന്ന് 1600 പേരെ അവർ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ആ കൂടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന 10 പേർക്ക്, അതായത് 23 ലക്ഷം പേര് എഴുതിയ എക്സാമിൽ നിന്ന് 10 പേർക്ക് കിട്ടണം. അതിൽ മൂന്നാമത്തതായിട്ട് എൻ്റെ മോള് സെലക്റ്റായി. കേരളത്തിന് ആകെ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വർഷം പെൺകുട്ടികൾ. അതവൾക്ക് മൂന്നാമത്തതായി കിട്ടി. അത് വലിയ മാതാവിൻ്റെ അനുഗ്രഹം. ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, മോളോട് പറഞ്ഞായിരുന്നു, ഞാൻ AFMC എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ മാതാവ് കണ്ടിട്ടുണ്ട്, മാതാവ് അത് ആ നിയോഗത്തിൻ്റെ മുകളിൽ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയും മാതാവ് മേടിച്ച് തരിക ചെയ്യും. കാരണം ഞാൻ AFMC ചെന്നപ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അവർക്ക് മെഡിക്കൽ ചെക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ്. അവരുടെ വെയിറ്റ് 48-58 കിലോയുടെ ഇടയ്ക്ക് വരണം. ഇവളുടെ വെയിറ്റ് 68, 10 കിലോ കൂടുതലാണ്. ഒരു സാധ്യതയില്ല ഇവളെ സെലക്ട് ആവാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് രണ്ട് ദിവസം AFMCയിൽ ഇൻ്റർവ്യൂ. ഞങ്ങൾ പുറത്തൊരു മരത്തിൻ്റെ കീഴിലിരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും പിന്നെ കരുണ കൊന്തയും വിശ്വാസമാണ് ചൊല്ലി കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം ഹൈ കോർപ്പറേറ്റ് ലൈഫിൽ ഫ്ലൈയിങ് കരിയർ ആയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ആ കരഞ്ഞാൽ 2 പ്രാവശ്യം മാത്രമാണ്. ആദ്യം നിഷ ഹോസ്പിറ്റലായി ക്യാൻസറായി കിടന്നപ്പോൾ, രണ്ടാമത് AFMC അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ആദ്യത്തെ റൗണ്ടിൽ അവളെ റിജക്റ്റ് ആക്കി. പിന്നെ അവസാന റൗണ്ടിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ എൻ്റെ മോളെ, ഓവർ വെയിറ്റ് ഉള്ള മോളെ മിലിറ്ററിക്കാർ സെലക്ട് ചെയ്തു. ഒരിക്കലും മിലിറ്ററി സംഭവിക്കാത്ത കാര്യമാണ്. കാരണം ആ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ കാരണം നിയോഗത്തിൽ ഞാൻ എഴുതിയ നിയോഗം എൻ്റെ മാതാവ് പച്ചവര ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ സെലക്ട് ആയത്. അത് കഴിഞ്ഞിട്ടൊരു ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യം വന്നു. ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റിൽ 10 കൊല്ലം താമസിച്ച ആളാണെന്ന് കാണിക്കണം. ഞങ്ങൾ കുറേ കാലമൊക്കെ പുറത്തും പല സ്റ്റേറ്റുകളിലൊക്കെ ആയിക്കൊണ്ട് കർണാടകയിൽ വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. 4 പ്രാവശ്യം അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് വിചാരിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് കൈക്കൂലിയൊന്നും കൊടുക്കാതെ, ടെക്നിക്കലി ഞങ്ങൾ കിട്ടാൻ സാധ്യതയില്ല, കാരണം 10 കൊല്ലം ഇന്ത്യയിൽ താമസിക്കണം. ഞങ്ങൾ 10 കൊല്ലം ഇന്ത്യയിൽ ആ സ്റ്റേറ്റിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കിട്ടാൻ പാടില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ ആഴ്ച ഞാൻ അതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഞങ്ങളുടെ നിയോഗമായിരുന്നു എൻ്റെ മോനെ CBSE പരീക്ഷയിൽ. അവൻ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായിരുന്നു. ഹൈലി പള്ളിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഓൾട്ടർ ബോയ്സിലെ ലീഡറും ക്ലാസ്സിൽ സ്കൂളിലെ ഹെഡ് ബോയ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പ്രിലിമിനറി എക്സാമിന് അവന് 99% മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്കൂളിന് അവനെപ്പറ്റി വലിയ പ്രിൻസിപ്പളായിരുന്നു. അവൻ പഠിക്കുന്നത് ബാംഗ്ലൂരിലെ SFS അക്കാഡമി ഇലക്ട്രോണിക് സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിന് അവനെ പറ്റി വലിയ പ്രതീക്ഷയായിരുന്നു അവനെ പറ്റി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവന് 94%. അവിടെ എന്താ മാതാവ് സംഭവിച്ച അത്ഭുതം എന്താണെന്ന് ഞാൻ മോൻ തന്നെ പറയും. ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ദിവ്യകുമാരനും 1000 നന്ദി. അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ട് കൃപാസനത്തിൽ എഴുതി കൊടുത്ത 6 നിയോഗങ്ങളിൽ നിന്ന് ഒരെണ്ണമായിരുന്നു എൻ്റെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ മാർക്ക്. നിയോഗത്തിൽ എഴുതി വെച്ചത് പെർസെൻറ്റേജ്. ബാംഗ്ലൂരിൽ പഠിക്കണ കാരണം അവിടെ ഗ്രേഡ് അല്ല, A+ അല്ല നോക്കുന്നത്, അവിടെ പെർസെൻറ്റേജാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് എഴുതിയത് അവർ 97.5% ആയിരുന്നു. ഞാൻ ബോർഡ് എക്സാം ഈ വർഷം മാർച്ച് മാസത്തിലായിരുന്നു എഴുതിയത്. ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് 98 അല്ലെങ്കിൽ 99% എങ്കിലും കിട്ടുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ പെർസെൻറ്റേജ് വന്നത് 95.6. 95.6% കണ്ടപ്പോൾ സ്വാഭാവികമായും എനിക്ക് വളരെയധികം വിഷമം തോന്നി. പക്ഷേ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മാതാവ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ മാർക്ക് കൂട്ടുമെന്ന്. ഞാൻ പ്രതീക്ഷയൊക്കെ വിട്ട് 95.6 അക്സെപ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ പപ്പയ്ക്കും അമ്മയ്ക്കും ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു, മാതാവ് എങ്ങനെയെങ്കിലൊക്കെ പ്രവർത്തിച്ച് എൻ്റെ മാർക്ക് കൂട്ടുമെന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞത് 2022-2023 CBSE ബോർഡ്, ഞാൻ CBSE വിദ്യാർത്ഥിയായിരുന്നു,
അപ്പോൾ CBSE ബോർഡ് ഒരു റൂൾ ഇറക്കി. ഞങ്ങൾ എഴുതുന്നത് 6 സബ്ജക്റ്റാണ്. 6 സബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും 5 ബെസ്റ്റ് 5 സബ്ജക്ട്സ് എടുത്തിട്ടാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ബെസ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 95.6%-ൽ നിന്ന് അത് 97.4% ആയി. എൻ്റെ നിയോഗത്തിൽ എഴുതിയത് 97.5, എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 97.4. അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് റാങ്കും കിട്ടി, ഞങ്ങൾ പ്രാർത്ഥിച്ച് പെർസെൻറ്റേജും കിട്ടി. ഇതല്ലാണ്ട് കുറേ ചെറിയ വലുതല്ല ആയ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു 1000 നന്ദി. ഞാൻ എൻ്റെ മോനോട് പറയായിരുന്നു, മോനെ നിനക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 99% കിട്ടി, നീ വല്ലാതെ അഹങ്കരിക്കുമായിരുന്നു. മാതാവ് കാണിച്ചു തരികയായിരുന്നു, നോട്ട് ബൈ യുവർ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ്. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമം വരെ മാതാവ് മാറ്റിമറിച്ചു എൻ്റെ മോന് വേണ്ടി. ഞാൻ 3ാമത്തെ നിയോഗമായിരുന്നു. എനിക്ക് വല്ലാതെ ഒരു 6 മാസമായിട്ട് വല്ലാതെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസിൽ കൊണ്ടുപോയി കാണിച്ചു. അത് കഴിഞ്ഞ് ധൈര്യം പോരാതെ അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ജോലി ഹൈലി പ്രഷറുള്ള ജോലിയാണ്, അതുകൊണ്ടുള്ള BP കൂടിയതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡബിൾ കൺഫർമേഷന് വേണ്ടി കേരളത്തിൽ വന്നു, തൃശ്ശൂരുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരും പറഞ്ഞു നോർമൽ. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് വല്ലാതെ നെഞ്ചുവേദന തന്നു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ട്രെഡ്മിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്രെഡ്മിൽ പോസിറ്റീവാണ്. അപ്പോൾ അവർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം, അതല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, സ്റ്റെൻറ്റ് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നിഷ ബാംഗ്ലൂരാണ് ഞാൻ അവിടെ വിളിച്ചു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവയിലെ ബോം ജീസസ് ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണിപ്പോൾ. അങ്ങനെ അവർ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയും ഒരു പ്രശ്നമില്ല എന്ന്. അങ്ങനെയല്ല ഉണ്ടായത്. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 ബ്ലോക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലോക്ക് 90% ആണ്, റൈറ്റ് സൈഡിൽ 60%. അങ്ങനെ റൈറ്റ് സൈഡിലെ ബ്ലോക്ക് അവർ സ്റ്റെൻറ്റ് ഇട്ട് മാറ്റി. ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലോക്ക് അവർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, പ്രഷർ ടെസ്റ്റ്. ആ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം സ്റ്റെൻറ്റ് ചെയ്യണോ അല്ലേ എന്ന്. ആ സമയത്ത് ഞാൻ മാതാവിനോടും ഈശോടും ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഈശോട് ഹിന്ദിയിലോ ഞാനോട് പറഞ്ഞു കുച്ച് കരോ യാർ എന്ന് പറഞ്ഞ നാട്ടിൽ ഹിന്ദിയിൽ പറഞ്ഞ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അവരോട് പറയാം. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ മാതാവ് ഈശോയാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞ പോലെ അവരോട് പറഞ്ഞു തും കുച്ച് കരോ യാർ എന്ന്. ആ സമയത്ത് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റെൻറ്റ് ഇടണ്ട. അപ്പോൾ ഞാൻ മരുന്ന് കൊണ്ട് മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ദാനമായിട്ട് ആചരിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നു കഴിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഞങ്ങൾക്കൊരു ദാനമായിട്ട്. ആ സമയത്ത് മുഴുവനായി മാറിയെന്നൊരു പക്ഷേ ഞാൻ മറക്കുമായിരുന്നു. ഇന്ന് ആ സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഒരു വളരെ സിസ്റ്റമാറ്റിക്കായി. ഞങ്ങൾ ബാംഗ്ലൂരുള്ളതുകൊണ്ട് എന്തുണ്ടാവണമെങ്കിൽ രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ എണീക്കാറ്. ഇപ്പോൾ നിഷ ബാംഗ്ലൂരാണ്, ഞാൻ ഗോവയിലാണ്. കൃത്യം 5 മണിക്ക് ഗോവയിൽ ഞാൻ എണീക്കും. ഞാൻ ഫോണിൽ നിഷേനെ വിളിക്കും, അവൾ അവിടെ നിന്ന് എണീക്കും. കാരണം അവൾക്ക് ബോൺ ആൻഡ് ബോട്ട് ഓഫ് ഗുജറാത്താണ്, അതുകൊണ്ട് മലയാളം വായിക്കാനോ എഴുതാനോ അറിയില്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും, അവളും പ്രത്യക്ഷ പ്രാർത്ഥന അവിടെ നിന്ന് ചെല്ലും. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ 7 മണിക്ക് പള്ളി തൊട്ടപ്പുറത്തുള്ള ബോം ജീസസ് ചർച്ചിൽ കുർബാന കൂടും. വൈകുന്നേരം വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് മൊബൈലിൽ കൂടിയാണ് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം വളരെ സിസ്റ്റമാറ്റിക്കായി. 10-20 കൊല്ലം ഞാൻ കാറ്റക്കിസം പഠിപ്പിച്ചിട്ട് പോലും ഞാൻ ഒരു ബൈബിൾ മുഴുവനായിട്ട് വായിച്ചിരുന്നില്ല. ഈ 6 മാസം കൊണ്ട് ഈ നിയോഗം വെച്ചത് ബൈബിൾ അരമണിക്കൂർ വായന കൊണ്ട് മുഴുവനായിട്ട് ആ ബൈബിൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഞാൻ വായിക്കാൻ തീർന്നു. ഞാൻ പറയട്ടെ, ഞാനൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് പറയാം, ഞങ്ങൾ സയൻറ്റിസ്റ്റുമാർ എന്തൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണേക്കാളും മുമ്പും ഒരു പ്രോട്ടോക്കോൾ വെച്ച് ചെയ്യുക. അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ പറയും, ഈ ഫോർ എക്സാമ്പിൾ 1 mol HCl 1 mol സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് എന്ത് ചെയ്യും, അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതും അത് നമുക്ക് എന്താണ് കിട്ടിയത്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് പോകാനുള്ള എക്സാക്റ്റ് പ്രോട്ടോക്കോളാണ് കൃപാസനത്തിലെ ഉടമ്പടി കൽപ്പനകൾ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന, 2 മാസം ആഴ്ചയിൽ കുമ്പസാരം, ബൈബിൾ വായന, കാരുണ്യ പ്രവർത്തികൾ, നിത്യജീവനിലേക്ക് കടക്കാനുള്ള എക്സാക്റ്റ് പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടി നമ്മളെ അത് സഹായിക്കും. ഞാനിപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഈ സാധാരണ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞാൽ ഓരോന്ന് ടിക്ക് ചെയ്യും ഏതൊക്കെ വർക്കാകുമെന്ന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ കാണുക, ഞങ്ങൾ ചോദിച്ച എല്ലാ നിയോഗങ്ങളും മാതാവ് ചെയ്തു തന്നിരിക്കുന്നു. ഇനിയും പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പറയാതെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുക.